ഇവിടെ മുഴുവൻ നടക്കാൻ കൂടി കഴിയുന്നില്ല. നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് മുഴുവൻ തൊളിയാണ്, ചെളി. ഇവിടുന്ന് അങ്ങോട്ട് ചെളിയാണ്. ഇവിടുന്ന് അവിടെ വരെ ചെളിയാണ്. ആ ചെളിയും ചവിട്ടി, ചെളിവെള്ളത്തിൽ കൂടി ചവിട്ടി കാലെല്ലാം അഴുകിയിരിക്കുക. അടിഭാഗവും കാലിൻ്റെ വെള്ളഭാഗം, അതും നഖവും ഒക്കെയും. ഇവിടെ വരുന്നവരൊക്കെ ഇത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. ആ ഭാഗത്തായിരുന്നു ഈ വഴി, ആ ഭാഗത്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ അപ്പുറം കാണുന്ന ആ വസ്തു ഉടമയോട് ഇത്തിരി വസ്തു നടന്നു പോകാൻ വേണ്ടി തരുമെന്ന് ചോദിച്ചപ്പോൾ തന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ആ ഭാഗത്ത് ആ വഴിയിലിങ്ങനെ മരണപ്പെട്ട് കിടന്നത്, ദേഹം ചത്ത് കിടന്നത്. പിന്നെ അവർ മക്കളെല്ലാം കൂടെ ശവമെല്ലാം എടുത്തുകൊണ്ട് പോയത് ഈ അടുത്ത കാലത്ത്, കുറച്ച് നാളായതേ ഉള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ആര് വഴി മുടക്കുന്നുവോ അവർക്കെല്ലാം അപ്പോൾ ഉള്ള തിരിച്ചടികൾ കിട്ടും. ഈ പണയുടെ ഉടമയുടെ വീട് റോഡിനപ്പുറമാണ്. അവർ പിന്നെ ഇവിടെ നടക്കുന്നതിനൊന്നും പറയാറില്ല. അവരുടെ പണയിലൂടെയാണ് നടക്കുന്നത്. ഇത് മറ്റൊരു വസ്തു ഉടമയുടെ ഇടാണ്. നമുക്കിവിടെ വഴിയില്ല. ഇവിടെ വന്നു പോകുന്നവർക്കറിയാം. ഒരിക്കലും മറ്റോ ഇവിടെ ആരൊക്കെയോ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു വെച്ചപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് അവർക്ക് വഴിയുണ്ടല്ലോ, അവർക്ക് നടന്നു പോകാൻ വഴിയുണ്ടല്ലോ എന്നു. ഒടുവിൽ അവരൊക്കെ തന്നെ നേരിട്ട് ഇവിടെ വന്നപ്പോഴാണ് മെമ്പർ കള്ളത്തരമാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും ബോധ്യമാകുന്നത്. അങ്ങനെയാണ് ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവിയെക്കുറിച്ച് ആളുകൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ഇവിടെ മെമ്പർ കള്ളത്തരം പറഞ്ഞു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ ദേശത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് പുറം ലോകത്തേക്കൊക്കെ അറിയപ്പെട്ടത്. ഞാനാണോ അതിന് കുറ്റക്കാരി? ഒരിക്കലുമല്ല. ഞാനല്ല അതിന് കുറ്റക്കാരി. അപ്പോൾ ആരൊക്കെയോ ഫോൺ ചെയ്തതിൻ്റെയൊക്കെ മെമ്പറുമായിട്ടൊക്കെ ഫോൺ ചെയ്ത ആ റെക്കോർഡ് എനിക്ക് അയച്ചു തരും, വോയിസ് സന്ദേശം. അതൊക്കെ ഞാൻ കേൾക്കും. ഞാൻ പക്ഷെ അത് പ്രദർശിപ്പിക്കുമോ? ഇല്ല. ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോഴേ ഞാൻ എന്തുകൊണ്ടാണ് അത് ഇടാത്തതെന്ന് വെച്ചാൽ നേരിട്ട് എല്ലാവരോടും വരാൻ പറയും. നേരിട്ട് വരുമ്പോഴാണ് എല്ലാവരും മെമ്പർ കള്ളത്തരം പറഞ്ഞതാണെന്നറിയും. അപ്പോഴേ എന്നോട് പറയും മെമ്പർ കള്ളം പറഞ്ഞു എന്ന്. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾ അവരുടെ അടുക്കൽ വോട്ട് ചോദിക്കാൻ ചെല്ലുമോ എന്ന്. തീർച്ചയായും എല്ലാ ആളുകളും വോട്ട് ചോദിക്കാൻ വരും. ഒരു പടയോടെയാണ് ഈ ചെളിവെള്ളത്തിൽ കൂടെ തന്നെ അവർ വരുന്നത്. എന്നിട്ട് വഴിക്ക് മാത്രം വോട്ട് വേണം, വഴിയില്ല. അതെന്താണ്? അവരെന്നിട്ട് പറയുന്ന ന്യായം ഈ വസ്തു മറ്റാരുടെയൊക്കെയോ ആണെന്ന്. ശരിയാണ്, ഈ വസ്തു മറ്റാരുടെയൊക്കെയാണ്. എന്നാൽ ആ പടിക്കെട്ടിന് മുകൾ ഭാഗം മറ്റാരുടെയല്ല, അത് പൊതുവഴിയാണ്. അവിടെ വരെയെങ്കിലും ഒന്ന് വൃത്തിയാക്കി തരണ്ടേ? അതില്ല. ഫണ്ടില്ലെന്ന് പോലും. ഫണ്ടില്ല എന്നാണ് പറയുന്നത്. പാവപ്പെട്ടവർക്ക് എന്തൊക്കെയോ നൽകുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്നൊക്കെ പലതും വാങ്ങും. എന്നിട്ട് പാവപ്പെട്ടവരെന്ന പേരും പറയും. അവരൊക്കെ അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. ഒരുപാട് പേര് മെമ്പറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് വോട്ട് വേണം, പക്ഷെ അവർക്ക് വഴിയില്ല, അപ്പോൾ ഫണ്ടില്ലല്ലേ? അങ്ങനെയൊക്കെ മെമ്പർ കള്ളം പറഞ്ഞു എന്ന് പലരും എന്നോട് പറയാറുണ്ട്. ഇവിടെ വന്നു പോയവർ
പക്ഷെ ഞാൻ ഇന്ന് വരെ അവരെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഇല്ല. എന്തോ എനിക്ക് അങ്ങനെയൊന്നും കഴിയുന്നില്ല. അങ്ങനെയൊക്കെ മറ്റൊരു വ്യക്തിയെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു വിടാൻ എനിക്ക് പറ്റുന്നില്ല. ഈ ദേശത്തെക്കുറിച്ച് തന്നെ ആളുകൾ എന്തെല്ലാം പറയുന്നു. ഞാനാണോ അതിന് കുറ്റക്കാരി? ഒരിക്കലും ഞാനല്ല. ഇപ്പോൾ ഇതുവഴി നടക്കാൻ പോലും പറ്റുന്നില്ല. മഴക്കാലമായാൽ പിന്നെ പറയുകയും വേണ്ട. എനിക്ക് അങ്ങ് വരെ പോകാൻ വയ്യ, എൻ്റെ കാലൊന്നും വയ്യ. ഇവിടെ വരുന്നവരൊക്കെ എത്രയോ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് വരുന്നത്. അവരിതൊക്കെ വന്ന് നേരിട്ട് കണ്ടും കേട്ടും ഒക്കെ അറിയണം, അനുഭവിക്കണം. എന്നെ ദൂരെ ഇരുന്ന് പലതും പറഞ്ഞു എഴുതിയൊക്കെ വെച്ചവരല്ലേ. അവർ വന്ന് ആ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അവർ ഒന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നേരിട്ട് അവരോട് വരാൻ പറഞ്ഞത്. ചാനലുകാരോടൊക്കെ എന്തിനാണ് വരാൻ പറഞ്ഞത്? ഈ മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ വേണം കൊടുക്കേണ്ട, അല്ലാതെ അവരുടെ സ്വകാര്യ ജീവിതത്തെയല്ല പറ്റി അതിനെപ്പറ്റി ഇട്ട് രസിച്ച് കാശുണ്ടാക്കുകയല്ല വേണ്ടത്. ഒരു മനുഷ്യനൂടെ ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യം? നല്ല വെള്ളം, വഴിപ്പാത, കയറി കിടക്കാനൊരിടം, ഭൂമി, അതൊക്കെയാണ്. പക്ഷേ അങ്ങനെയാണോ ഇവിടെ വന്നിട്ടുള്ള ചില ചാനലുകാരൊക്കെ ചെയ്തത്? നാഗാദേവിയുടെ സ്വകാര്യതകൾ. പക്ഷെ ഒരിക്കലെങ്കിലും അവരുടെ സ്വകാര്യതകളെ ഒന്നും ഞാൻ എടുത്തങ്ങനെ കാശാക്കി മാറ്റാനോ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അതാണ് എൻ്റെ ക്വാളിറ്റി. ഇവിടെ വരുന്നവരെ ആരെയും തന്നെ ആരെയും കളിയാക്കി പരിഹസിച്ചോ ഒന്നും ഞാൻ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. കാണട്ടെ, കേൾക്കട്ടെ, ലോകം മുഴുവൻ കാണട്ടെ, കേൾക്കട്ടെ, ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന്. ഇനി എന്താ ചെയ്യുക ഞാൻ? ഇനി ഇതിനെക്കുറിച്ച് വഴിപ്പാട് ആരിലെങ്കിലും ഒരു നന്മയുണ്ടായിരുന്നെങ്കിൽ ആ നന്മയുള്ള മനുഷ്യർ അറിഞ്ഞ് വഴി തന്നാൽ, ഒരു ദാനം പോലെ തന്നാൽ അവരെ ലോകം മുഴുവൻ അറിയപ്പെടും. കാരണം അങ്ങനെ തരുവാണെങ്കിൽ തന്നെ ചില ആളുകളുണ്ട് അസൂയ മൂത്ത്. കാരണം ലോകത്ത് അവരെ അറിയപ്പെടുന്നുണ്ടെ അവരെ എല്ലാവരും കൂടെ എടുത്ത് നല്ലവരെന്ന് പറയില്ലേ. അതുകൊണ്ട് നന്മ ചെയ്യാൻ വരുന്നവരെ തിന്മയുള്ളവർ വേണ്ടായിരുതെന്ന് പറയും. അസൂയ കൊണ്ടാണ്. എന്നെ തിന്മ ചെയ്യുന്നവരെ ഞാൻ ചാനലിൽ പറയും, നന്മ ചെയ്യുന്നവരെയും ചാനലിലൂടെ പറയും. നിലവിലുള്ള സംവിധാനങ്ങൾ ഞാനെടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നല്ലത് പറഞ്ഞാലും പന്നിൽ പറഞ്ഞൊരു വ്യക്തിയല്ല, ആ വ്യക്തിയിലുള്ള കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും ഒളിച്ചു വയ്ക്കും, ഞാനത് പരസ്യപ്പെടുത്തും. നല്ലത് ആര് ചെയ്യുന്നുവോ അത് ഞാൻ പരസ്യപ്പെടുത്തും, ചീത്ത ആര് ചെയ്യുന്നുവോ അത് ഞാൻ പരസ്യപ്പെടുത്തും. ഒന്നും ഒളിച്ചു വയ്ക്കാറില്ല. എനിക്ക് ഒളിമറകളില്ല. അതാണ്, ഒളിമറകൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല. നല്ലത് ആര് ചെയ്യുന്നുവോ അവർ ലോകം മുഴുവൻ അറിയപ്പെടും. കണ്ടിട്ടില്ലേ പത്രമാസികകളിലൂടെയൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ ലോകം വാഴ്ത്തിപ്പാടുന്നത്? വേഗത്തിൽ അവർ അറിയപ്പെടും. ഓരോ വ്യക്തിക്കും അറിയാം. നാഗയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നാഗ അത് ഒളിച്ചു വയ്ക്കത്തില്ല. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഇപ്പോൾ ചാനലിൻ്റെ മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. അവരെ ഞാൻ പറയും, നിങ്ങൾ ഒളിച്ചില്ല, എനിക്ക് ഒളിച്ചും പാത്തും ഒന്നും തരേണ്ട, ലോകം അറിയട്ടെ നിങ്ങളിലെ നന്മ. അതുകൊണ്ട് ഈ വസ്തു ഒന്നും നമ്മുടേതല്ല. ഇവിടെയുള്ള ഇതൊന്നും തന്നെ നമ്മുടേതല്ല. ആരുടെയോ വസ്തുവിലൂടെ ഇറങ്ങി വരുന്നു. നമുക്ക് ഈ വസ്തു തന്നവർ മുകളിലാണ്. അവരാണെങ്കിൽ അറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടോ? അതുമല്ല. ഇത്തിരി വഴിപ്പാത തന്നിട്ട് അവർ പിന്നെ എന്തോ ചെയ്തു, അത് കുഴപ്പമില്ല. അവരുടെ മുഴുവൻ വസ്തുവും വേണമെന്ന് പറയുന്നില്ല. എന്തായാലും ഭൂമിയിലേക്കല്ലേ എല്ലാവരും മരണപ്പെട്ടു പോകുന്നത്. ഈ മണ്ണിലേക്ക് തന്നെയല്ലേ ലയിച്ചു പോകുന്നത് ദേഹം. ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് സ്വയംബോധമുണ്ടായി അവർ പ്രവർത്തിക്കട്ടെ.